ഹായ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. അപ്പോൾ ഞാൻ കുറച്ച് വിറക് പെറുക്കാമെന്ന് പറഞ്ഞ് വന്നാണ്. ഗ്യാസൊക്കെ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടായപ്പോൾ ഇപ്പോൾ വിറക് തേടി നടക്കലാണ്. വർക്ക് കഴിഞ്ഞ് വന്നാൽ അപ്പോൾ വിറക് തേടി നടക്കലെ പണി. പണ്ടൊക്കെ കുറച്ച് വടക്കോട്ട് പോയ മലയരുകാണ്, അവിടെ നിറയെ വിറക് കിട്ടും, വിറകിന് ക്ഷാമമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ IIT ഒക്കെ വന്നതുകൊണ്ട് അവർ കാമ്പൗണ്ട് വളച്ചുകൊണ്ട് അതിൻ്റെ അകത്തൊന്നും പോകാൻ പറ്റില്ല, മൊത്തം കാമ്പൗണ്ട് വളച്ചിരിക്കുകയാണ്. അപ്പോൾ വീട്ടിൻ്റെ പരിസരത്ത് കുറേ പനങ്കമ്പകളും തെങ്ങുകളൊക്കെ ഉണ്ട്. അപ്പോൾ തെങ്ങിൻ്റെ മട്ടയും പിന്നെ അതായത് പനമട്ടയും എല്ലാം വെട്ടിപ്പൊളിച്ചിപ്പോൾ കത്തിക്കുകയാണ്. ഞങ്ങൾക്ക് ഗ്യാസ് ഉണ്ടാകുമ്പോൾ തന്നെ ഞങ്ങൾ അടുപ്പും കത്തിക്കുന്നുണ്ട്. അടുപ്പിൽ ചോറ് വയ്ക്കും, ഗ്യാസിൽ ചായയോ കാപ്പിയോ കൂട്ടാനൊക്കെ വയ്ക്കും. എപ്പോഴും അടുപ്പ് കത്തിക്കാറുണ്ട്. ഇപ്പോൾ പിന്നെ ഗ്യാസ് കിട്ടാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് അടുപ്പ് മാത്രമാണ് കത്തിക്കുന്നത്. അപ്പോൾ വിറകിനേക്കാളും നന്നായി കത്തുന്ന ഒരു ഐറ്റം ഉണ്ട്, പന്തം കത്തും പോലെ കത്തും. അപ്പോൾ ഈ ഐറ്റം കുറച്ച് പെറുക്കിയിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് വന്നാണ്. അപ്പോൾ ആ ഐറ്റം എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോളൂ. ഇത് തന്നെയാണ് സംഭവം. കാണുന്നുണ്ടല്ലോ, ഇതാ പനമ്പഴത്തിൻ്റെ ഉണങ്ങിയ കുരുവ്. ചെറുചുള്ളിയിട്ടൊന്ന് തീ പിടിപ്പിച്ചിട്ട് ഇത് അടുപ്പിനകത്തൊന്ന് ഇട്ട് കൊടുത്താൽ പന്തം കത്തും പോലെ കത്തും, നന്നായി കത്തും. ചോറും കറികളൊക്കെ പെട്ടെന്നാകും, കണ്ടോളൂ. അപ്പോൾ ഇത് പെറുക്കാനായിട്ട് ഞാൻ ചാക്കും കൊണ്ട് വന്നിരിക്കുകയാണ്. നമ്മുടെ സ്ഥലം ഗ്രാമപ്രദേശമായതുകൊണ്ട് ഇങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. വിറക് കിട്ടിയില്ലെങ്കിലും തൽക്കാലം ഇതൊക്കെ കത്തിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ടൗണിലുള്ളവർക്കാണ് ബുദ്ധിമുട്ട്, ഇങ്ങനെയൊന്നും കിട്ടില്ലല്ലോ. പനകളൊക്കെ കുറവല്ലേ ടൗണിലവിടെ പന, ഔട്ട് സൈഡാണെങ്കിൽ പനകളൊക്കെ ഉണ്ടാവും. അപ്പം നമ്മൾക്ക് ഇത് കിട്ടിയതുകൊണ്ട് വലിയൊരു ഉപകാരമായി. ചെറുചുള്ളിയിട്ട് കത്തിച്ചിങ്ങണ്ട് ഇതിന് അടുപ്പിൻ്റെ അകത്ത് ഇട്ട് കൊടുത്ത് എങ്ങനെ കത്തും, ചോറും കറികളൊക്കെ പെട്ടെന്നാകും. ടൗണിലൊക്കെ പാവങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എപ്പോൾ തന്നെ ശരിയാവുമെന്ന് അറിയില്ല, ശരിയാകുമെന്ന് വിചാരിക്കുന്നു. വീട്ടിൽ ഭാര്യയും ഭർത്താവും ജോലിയുള്ളവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടാണ്. ഗ്യാസൊക്കെ കിട്ടാതിരുന്നു കഴിഞ്ഞാൽ അവർക്ക് കാലത്ത് നേരത്തെ ആഹാരം കൊണ്ടുപോകണ്ടേ, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ചാക്ക് നിറച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളതിനെ കൊരണ്ടി എന്നാണ് പറയുക. പനമ്പഴത്തിൻ്റെ കുരുവിനെ, ഉണങ്ങിയ കുരുവിനെ കൊരണ്ടി എന്നാണ് പറയുക. പണ്ടൊക്കെ ഇത് കാലത്ത് നേരത്തെ വന്ന് പനമ്പഴം പെറുക്കിയിട്ട് എല്ലാം വെട്ടിപ്പൊളിച്ച് കുറച്ചൊക്കെ പനമ്പഴം തിന്നും. എല്ലാവരും ഇരുന്ന് തിന്നു കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതിനെയൊക്കെ വെട്ടിപ്പൊളിച്ചിട്ട് മണ്ണ് കിളച്ച് കൂമ്പാരം പോലെ കൂട്ടിയിട്ട് അതിൽ ഈ പനൻ്റെ കുരുവിനെയൊക്കെ കമഴ്ത്തി വയ്ക്കും. അത് കൂമ്പാകും. കൂമ്പായി കിളച്ചെടുത്ത് പുഴുക്കി കഴിക്കാൻ എന്ത് ടേസ്റ്റാണറിയോ, ഭയങ്കര ടേസ്റ്റാണ്. പണ്ടൊക്കെ അങ്ങനെ ചെയ്യും. ഇവിടെ പിന്നെ നമ്മൾക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, നിറയെ പനകളും തെങ്ങൊക്കെ ഉണ്ട്. വീടേ ഇതുണ്ടോളൂ, പനകളൊക്കെ നിറയുണ്ട്. അതുകൊണ്ട് ഇങ്ങനത്തെ പൊടിക്കൈകളൊക്കെ ചെയ്യാൻ പറ്റും. ഇല്ല വടക്കോട്ട് മറഞ്ഞിട്ട് കാണുന്നില്ല, ഫുള്ളായി മലമ്പുഴ മലനിരകൾ വരുന്ന സ്ഥലമാണ്. പണ്ടത്തെ കാലം പോലെ തന്നെ ആയി. ഞങ്ങളെപ്പോലെയുള്ളവർക്ക്, നാടൻ ആൾക്കാർക്കൊന്നും വലിയ വിഷയമല്ല, അല്ലാത്തവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ പാവം ഭയങ്കര ബുദ്ധിമുട്ടാണ്. ശരിയാവും എത്രയും പെട്ടെന്ന് വിചാരിക്കുന്നു, അറിയില്ല. ഇതാണ്ടോളൂ നമ്മുടെ നാടൊക്കെ, അതാ മലനിരകൾ പോണത്. വാളയാറിലേക്ക് അങ്ങനെ പോകും. അവിടെ വിറകിന് വലിയ ബുദ്ധിമുട്ടില്ല, അങ്ങനെ പോകുന്നുണ്ട്. ആരും വിറകിന് പോകാത്ത ആൾക്കാരൊക്കെ ഇപ്പോൾ വിറക് പെറുക്കാൻ പോകാൻ തുടങ്ങി, ഗ്യാസിന് ബുദ്ധിമുട്ടായപ്പോൾ. അപ്പോൾ ഞാൻ കുറച്ച് ചാക്ക് നിറക്കട്ടെ പെറുക്കിയിട്ട്.
എന്നിട്ട് ഇരുട്ടായിക്കൊണ്ട് വരികയാണ്. വീട് ഇതാ കുറച്ച് അടുത്ത് തന്നെയാണ് വീട് കാണിച്ചത്. അതാ ആ തെങ്ങ് നിൽക്കുന്ന അവിടെ തന്നെയാണ് വീട്. അപ്പോൾ അടുത്ത വീഡിയോസിൽ കാണാം. എല്ലാവർക്കും ബായ്.